രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേരളത്തിന്റെ വാദം പൂർത്തിയായി. നടപടിക്രമങ്ങൾ പാലിച്ച് പാസാക്കിയ ബില്ലിന്മേൽ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഗവർണറെന്ന് കേരളം വാദിച്ചു. ഗവർണർ മാസങ്ങളോളം ദന്തഗോപുരത്തിലിരുന്ന് ബില്ലുകൾ പഠിക്കേണ്ടതില്ല എന്നും കേരളം കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ ഇനി തമിഴ്നാടിന്റെ വാദം കേൾക്കും. സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, എന്തൊക്കെ വാദങ്ങൾ കോടതിയുടെ മുന്നിൽ കേരളം വെച്ചിട്ടുണ്ട്? അമൃത, പ്രധാനമായിട്ടും നിയമസഭ പാസാക്കിയ ബില്ലുകൾ അതിൽ എന്തെങ്കിലും ന്യായീകരണം പറയാൻ ഗവർണർക്ക് അവകാശമില്ലെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ് ഇപ്പോൾ സംസ്ഥാനം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വാദം പൂർത്തിയായിരിക്കുകയാണ്. പ്രധാനമായിട്ട് ബില്ലുകൾ, നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുന്നതിൽ ന്യായീകരണമില്ലെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും സംസ്ഥാനം ഇപ്പോൾ വാദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളോട് മറുപടി നൽകാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടെന്നും, അതായത് ഗവർണർ എന്തെങ്കിലും നിയമസഭ പാസാക്കിയ ബില്ലുകൾ പ്രതികാര മനോഭാവത്തോടു കൂടി എന്തായാലും ഇടപെടരുത്, അത്തരത്തിലുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടാകരുത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ സംസ്ഥാനം വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ വാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ഗവർണർ അതുപോലൊപ്പം തന്നെ സർക്കാർ പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ബില്ലുകൾ ഗവർണർ താമസം വിനാ തന്നെ തീരുമാനമെടുക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യവും കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എത്രയും വേഗം വന്നാൽ ന്യായമായ സമയപരിധി അത് കൃത്യമായി തന്നെ ഗവർണർ പാലിക്കണമെന്നും, അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഗവർണർമേലുള്ള അല്ലെങ്കിൽ ഈ ബില്ലുകളിന്മേലുള്ള തീരുമാനം ഗവർണർമാർ എടുക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു അതായത് അത്തരത്തിലുള്ള ഒരു വാദമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ എന്തായാലും ചൂണ്ടിക്കാട്ടിക്കുന്നത് നിയമപരമായിട്ട് യാതൊരു അവകാശവുമില്ല. സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന അല്ലെങ്കിൽ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാനുള്ള യാതൊരു അവകാശവും ഗവർണർമാർക്ക് ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ് ഇപ്പോൾ സംസ്ഥാനം ഉന്നയിച്ചിരിക്കുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.